കഴിഞ്ഞ ഫെബ്രുവരിയിൽ US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ തെഹ്റാനിൽ നടക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വൻ ഡിപ്ലോമാറ്റിക് വാർ പിന്നാമ്പുറങ്ങളിൽ നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ പ്രഷർ കാരണം അവസാന നിമിഷം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് 13 രാജ്യങ്ങൾ പിന്മാറി. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ? അമേരിക്ക എങ്ങനെയാണ് ഈ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാന്റെ സെമി ഒഫീഷ്യൽ വാർത്താ ഏജൻസിയായ തസ്നം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ ഒരു വൻ വാർത്ത പുറം ലോകം അറിയുന്നത്. ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസലയിലാണ് ഖൊമേനിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും വിലാപയാത്രയും ചടങ്ങുകളും നടക്കുന്നത്. ഇതിലേക്ക് ലോകമെമ്പാടുമുള്ള വിദേശ പ്രതിനിധികളെ ഇറാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വാഷിംഗ്ടൺ വളരെ ശക്തമായ ഒരു ഒളിപ്പോര് തന്നെ നടത്തി. വിദേശ രാജ്യങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ US ഒരു വൻ ഡിപ്ലോമാറ്റിക് ക്യാമ്പയിൻ തന്നെ അഴിച്ചുവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാണ് എന്ന് നോക്കാം. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ കഴിഞ്ഞ ജൂൺ 26-ന് അമേരിക്കൻ എംബസികൾക്കും നയതന്ത്ര മിഷനുകൾക്കും ഒരു അതീവ രഹസ്യ നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നത് ഇതാണ്: ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ നിങ്ങളുടെ ഹോസ്റ്റ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് തടയാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഈ ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ അമേരിക്കയോട് ചെയ്യുന്ന ഒരു ശത്രുതാപരമായ നടപടിയായിട്ട് മാത്രമേ US കാണൂവെന്നും അത് അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പച്ചയായ ഒരു ഭീഷണി. വെറും ഒരു നയതന്ത്ര മുന്നറിയിപ്പിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അമേരിക്കയുടെ ഈ ഒരു കളി എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ US അംബാസിഡർമാർ നൽകിയ ആ ഒരു അന്ത്യശാസനം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ചടങ്ങിൽ പങ്കെടുത്താൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകി വരുന്ന ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്, അതായത് കോടിക്കണക്കിന് ഡോളറിന്റെ വികസന സഹായങ്ങൾ പൂർണ്ണമായിട്ടും വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു പരസ്യമായ ഭീഷണി. ഒരു ദരിദ്ര രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാൻ പോകുന്ന തരത്തിലുള്ള കൃത്യമായ സാമ്പത്തിക ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു അത്. അതുമാത്രമല്ല, റൂബിയോ നേരിട്ട് 5ഓളം അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായിട്ട് ഫോണിൽ സംസാരിച്ച് ഈ വിഷയത്തിൽ പ്രഷർ ചെലുത്തിയതായിട്ടും 2 അജ്ഞാത അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. US-ന്റെ ഈ പ്രഷറിന് മുന്നിൽ ഒടുവിൽ 13 രാജ്യങ്ങൾ മുട്ടുമടക്കി എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിൽ 3 കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ, 2 പേർഷ്യൻ ഗൾഫ് അറബ് രാജ്യങ്ങൾ, 2 പ്രമുഖ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ പല രാജ്യങ്ങളും തങ്ങൾ വരാത്തതിന് വലിയ നയതന്ത്ര ന്യായീകരണങ്ങൾ നൽകാനാണ് പിന്നീട് ശ്രമിച്ചത്. ജനീവയിലെയും ന്യൂയോർക്കിലെയും തങ്ങളുടെ മിഷനുകൾ വഴി അവർ ഇറാനെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളാകട്ടെ വലിയ നേതാക്കൾക്ക് പകരം വളരെ ലോവർ ലെവൽ പ്രതിനിധികളെ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ അധികൃതർ ഈ ലോവർ ലെവൽ റെപ്രസെന്റേഷൻ അംഗീകരിച്ചതുമില്ല. ഈ ഭീഷണികൾക്കിടയിലും ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവർക്ക് പുറമെ ഗൾഫ് മേഖലയിൽ നിന്ന് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ 100ഓളം രാജ്യങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഖമേനിയും കുടുംബവും കൊല്ലപ്പെട്ടത്. യുദ്ധ സാഹചര്യങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണമാണ് ശവസംസ്കാരം നടക്കാൻ 4 മാസത്തോളം വൈകിയത്. നിലവിൽ US-ഉം ഇറാനും തമ്മിൽ ഒരു 60-ഡേ ഡയലോഗ് വിൻഡോ അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്കുള്ള സമയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നാൽ ആ ചർച്ചകൾക്കൊന്നും തങ്ങളുടെ നയതന്ത്ര നിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും ഇറാന്റെ മേലുള്ള പിടിമുറുക്കൽ ഒട്ടും അയച്ചിട്ടില്ല എന്നും ഈ ഒരു ഒളിച്ചുകളിയിലൂടെ വാഷിംഗ്ടൺ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇത്രയൊക്കെ കളിച്ചിട്ടും റഷ്യയുടെ ദിമിത്രി മെദ്വദേവ്, അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, ചൈനീസ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ 30ഓളം രാജ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നിന്നും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈൻ, പവിത്ര മർഗരിറ്റ എന്നിവരടങ്ങുന്ന സംഘം ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ട് ചുമതലയേറ്റ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി സുരക്ഷാ കാരണങ്ങളാൽ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: തോക്കുകളും ബോംബുകളും കൊണ്ട് മാത്രമല്ല, നയതന്ത്ര മേശപ്പുറങ്ങളിലെ ഭീഷണികൾ കൊണ്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയം മാറ്റിമറിക്കാൻ സൂപ്പർ പവറുകൾക്ക് ഇന്നും ഇപ്പോഴും സാധിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.